അലഞ്ഞ മനസ്സുകൊണ്ട് മാത്രമല്ല, അലഞ്ഞ ജീവിതം കൊണ്ടും അന്വേഷിക്കുന്നവരാണ് കലാകാരന്മാരെന്ന് പറയാറുണ്ട്. അയഞ്ഞ ജീവിതം. അതെ, ഇതും കൂടെ പറയാം. രണ്ടും പറയാം. പക്ഷെ എന്നാലും ഈ അയഞ്ഞ ജീവിതം ഉണ്ടായിട്ടില്ല, അതറിയാം. മനസ്സുകൊണ്ട് അലഞ്ഞിട്ടുണ്ടെങ്കിലും സുഭദ്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് താങ്കളെ ഏറ്റവും അധികം സഹായിച്ച ഒരു താങ്ങായി, ശക്തിയായി നിന്നത് താങ്കളുടെ സഹധർമ്മിണി ശ്രീമതി സരോജിനിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. തീർച്ചയായിട്ടും പറയാം. പ്രേമവിവാഹമായിരുന്നു ഒന്നും കേട്ടിട്ടുണ്ട്. അതെ. അപ്പം അത് ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളിപ്പോൾ പ്രേമവിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്, അത് പറയണം. അല്ല, അങ്ങനെ പ്രേമവിവാഹം എന്ന വിഷയത്തെ പറ്റിയല്ല, സുഭദ്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഒരു പ്രേമവിവാഹം സഹായകമായി എന്നാണ് അനൂപ് പറഞ്ഞത്. അത് ഇതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. ഇപ്പോഴും ഞങ്ങൾ പ്രണയത്തിലാണ്. വിവാഹത്തിന് മുന്നേയുള്ള പ്രണയമാണോ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണോ കൂടുതൽ ശക്തി? അത് വിവാഹത്തിന് ശേഷമുള്ളതാ. എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അന്ന് വലുതായിട്ട് പ്രണയിച്ചൊന്നും നടന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടു, പഠിത്തം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു. എന്തായിരുന്നു ഒരു അധ്യാപക ശ്രേഷ്ഠൻ എന്ന നിലയിൽ മാത്രമല്ലല്ലോ, ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അതിൽ പരം ചില മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ MA വിദ്യാർത്ഥിനികളിൽ ഒരാളാണ്. ഞാൻ പഠിപ്പിച്ചു പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ അന്തസ്സായി അതിൻ്റെ മുറ പോലെ തന്നെ ആലോചനകളൊക്കെ നടത്തിയിട്ടാണ് വിവാഹം കഴിച്ചത്. അതെ, പക്ഷേ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ മാത്രമേ അത് പ്രേമവിവാഹമാകുന്നുള്ളൂ. അല്ലാതെ പ്രേമവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ കാനനച്ചാലയിൽ ആരംഭിക്കാൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ സന്ധ്യതൻ മംഗല്യ കുങ്കുമമായി കവിൽ ചോപ്പിൽ വിരിയും നുണക്കുഴിയായി എന്നൊക്കെ അഗ്നിശലഭങ്ങളിൽ ഈ അത് പറയുമ്പോൾ ഇത്തിരിപ്പൂ വെച്ച് വന്നു പോകും. അതെ, ടീച്ചറുടെ മുഖമാണോ മനസ്സിൽ? അല്ല, അത് പറയാൻ വയ്യ. ഞാൻ ഇത്തിരി പൂവേ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് വിവാഹം കഴിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതെ അതെ, വേറെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ നമ്മൾ എഴുതുമ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ കലർന്ന് കിടക്കുന്നതിൻ്റെ പേരാണ് സഞ്ചിത സംസ്കാരം എന്ന് പറയും. ആ സഞ്ചിത സംസ്കാരത്തിൽ നിന്ന് വരുന്ന പലതും ഒരു പ്രത്യേക ആളിനെ പറ്റിയൊന്നും ആണോന്നില്ല, പക്ഷേ അതുണ്ട്, ഇല്ലെന്നും ഇല്ല. മനസ്സിലായില്ലേ? സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ് സാർ? സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന അറിവാണ്. അപ്പോൾ ആ അറിവിന് നിദാനമായിരിക്കുന്നത് എന്താണോ അതാണ് സ്നേഹം. ഏറ്റവും വലിയ ദുഃഖം മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ സത്യം മനസ്സിലാക്കുന്നില്ല ഒരാൾ, ആ അറിവാണ് ഏറ്റവും വലിയ ദുഃഖം. അപ്പം ഞാൻ നല്ല ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോഴും അത് തെറ്റിദ്ധരിക്കുമ്പോഴും ഉണ്ടാകാവുന്ന ദുഃഖം. കവി എന്ന നിലയിലല്ലാതെ കുടുംബനാഥൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ അങ്ങനെ വലിയ കലഹങ്ങളൊന്നും അങ്ങനെയില്ല. ചെറിയ കലഹങ്ങൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ കവിതയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ച് ആദ്യ വായന കഴിഞ്ഞിട്ട് എന്തെങ്കിലും? ചില ചെറിയ എനിക്കുള്ള അഭിപ്രായമൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും, ചിലത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയാണ്. മക്കള് രണ്ടുപേര്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഞങ്ങളുടെ മക്കൾ. പക്ഷെ അതുവഴി ഞങ്ങൾക്ക് വേറെ ഒരു ആൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും മക്കളായി. അങ്ങനെ 4 കുട്ടികളുണ്ട്. ഒരു വീട്ടിലാണ് ഞങ്ങൾ കഴിയുക. ടീച്ചർ ദേശമംഗലത്ത് നിന്നും ചവറയിലേക്ക് നവവധുവായി എത്തുമ്പോൾ ഒരു കൾച്ചറൽ ഷോക്ക് കുറച്ചുണ്ടായിരുന്നു, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ലോകം ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ്? എല്ലാം വ്യത്യാസമാണ്. ആളുകളുടെ പെരുമാറ്റം, ഭാഷ, ഭക്ഷണ രീതി. ഇത്രയും തിരക്കുള്ള ഒരു കവി, ഗാനരചയിതാവ്, സിനിമയുടെ തിരക്കുകൾ, പ്രഭാഷകൻ, ഇങ്ങനെ ഒരുപാട്, പിന്നെ രാഷ്ട്രീയം ചെറിയ ഈ ക്വാളിറ്റി ടൈം ഒരു കുടുംബനാഥൻ തരേണ്ട ശരിക്കുമുള്ള സമയം എന്നത് കിട്ടിയിട്ടുണ്ടോ സാറിൻ്റെ? ഉണ്ട്. തീർച്ചയായിട്ടും ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഒരിക്കലും തിരക്കുള്ളവനായിരുന്നില്ല. ഒരുപാട് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വേറൊരു പ്രൊഡക്ഷൻ ഓഫീസിലേക്ക് അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുക. എൻ്റെ വീട്ടിൽ നിന്ന് എഴുതാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. സലിൽ ചൗധരി വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് ഞങ്ങൾ പാട്ട് ആലോചിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊരു വളരെ ഒരു ഗാർഹികമായ ഒരു അന്തരീക്ഷത്തിൻ്റെ മാധുര്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇതിനിടയിൽ കുട്ടികൾ രാജീവേട്ടൻ, മായ ചേച്ചി, ഇവർ രണ്ടുപേരും
ഇപ്പം മായ ചേച്ചി ഇവിടെ ഇല്ല, ലണ്ടനിലാണ്. രാജീവേട്ടനുണ്ട്. മായയും മായയുടെ ഭർത്താവ് ഡോക്ടർ ജയകൃഷ്ണൻ, അവർ രണ്ടുപേരും ഞങ്ങൾ മധു എന്ന് വിളിക്കും. അവർ രണ്ടുപേരും അങ്ങ് ന്യൂ കാസിലാണ് ഇപ്പോൾ. അവർ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിൽ ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂ കാസിലാണ്.